ലോകോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥ ഭവായ യോഗ നിദ്രാവസാന വികസന്നളിനേഷണായ. കൃഷ്ണായി 21ാമത്തെ ശ്ലോകത്തില് ഈ അധ്യായത്തിൽ തന്നെ ഭഗവാനോട് സൃഷ്ടികർമ്മത്തിന് വേണ്ടിയിട്ട്, സൃഷ്ടിയുടെ ശക്തിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയാണ്, ഭഗവാൻ അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 21ാമത്തെ ശ്ലോകത്തില് മാതാജി പറഞ്ഞതുപോലെ പെട്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ബ്രഹ്മാവ് പറഞ്ഞു തരുവാണ്. ബ്രഹ്മാവ് പറയുന്നെങ്കിലും നമുക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു പകല്, അതായത് അതിരാവിലെ പ്രഭാതം മുതൽ 4 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മൾ എന്തെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എഴുന്നേക്കാൻ. അതിനുശേഷം മംഗളാരതി ചെയ്യണം. അതിന് കുറച്ച് ക്രമീകരണ തത്വങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മംഗളാരതി ചെയ്യണം. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഭക്തർ പറയും ഇതൊക്കെ ചുമ്മാതാണ്, ഈ തത്വങ്ങളൊക്കെ ആ തത്വങ്ങളെ വിമർശിക്കുന്നു. ഇങ്ങനെയുള്ളവരെ ഭക്തിയുത സേവനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ളവർ നിർവ്യക്തിവാദവാദികളാണ്. അവർ പറയും പദാർത്ഥത്തിന് രൂപമുണ്ട്, ആത്മാവിന് രൂപമില്ലെന്നും, പദാർത്ഥത്തിന് നിദ്രയുണ്ടെന്നും ആത്മാവിന് നിദ്രയില്ലെന്നും ഒക്കെ അവർ വാദിക്കും. അതായത് അർച്ചന ആരാധനയിൽ മൂർത്തി ഉറങ്ങുന്നതായി വിശ്വസിക്കുന്നു. മൂർത്തി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടത്. അപ്പോൾ ഈ അർച്ചന എന്ന് പറയുന്നവർക്ക് അവരെ അർച്ചനയിൽ വിശ്വസിക്കുന്നില്ല. ഈ മായാവാദികൾ മായയാണെന്നാണ് ഇത് പറയുന്നത് അർച്ചന. അതുകൊണ്ട് അർച്ചന ചെയ്യേണ്ടയില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ചിന്തകളെല്ലാം അടിസ്ഥാനപരമായി ഭൗതിക അവസ്ഥയിൽ നിൽക്കുന്ന ഭൗതികപരമാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്, ഭൗതികമാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവരെ തിരുത്താൻ കഴിയില്ല. എന്നാൽ വേദങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ജ്ഞാനം, വേദങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ജ്ഞാനം പറയുന്നത് ആ ജ്ഞാനം നിലവാരമുള്ളതാണ്. അതുകൊണ്ട് അർച്ചനെ ഇത് വേദങ്ങൾ ശുപാർശ ചെയ്യുന്നു. നമ്മൾ വേദങ്ങൾ പറയുകയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണം. അതിവിടെ തന്നെ ഈ ശ്ലോകത്തില് ഭാഗവതത്തിൽ ഈ 21ാമത്തെ ശ്ലോകത്തിൽ തൃതീയ സ്കന്ധത്തിലെ ഈ 9ാം അധ്യായത്തിലെ 21ാം ശ്ലോകത്തിൽ നമുക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു തരികയാണ് അർച്ചന ശുപാർശ ചെയ്യുന്നു. ഈ ശ്ലോകത്തിൽ തന്നെ അവിടെ ശുപാർശ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കി തരുന്നു. ഭഗവാൻ അനന്തന്റെ മുകളിൽ ഉറങ്ങുന്നത് നിഷേധിക്കുവാൻ ബ്രഹ്മദേവനെ പോലുള്ള ഭക്തന്മാർക്ക് കഴിയില്ല. എന്നാൽ മായാവാദികൾ പറയും ഇതെങ്ങനെ നടക്കും, ജലത്തിൽ എങ്ങനെ സർപ്പത്തിന്റെ മുകളിൽ എങ്ങനെ കഴിയാൻ പറ്റും, ഇതൊക്കെ കള്ളമാണ്, അതൊക്കെ മായയാണെന്നാണ് അവരുടെ തർക്കം. പക്ഷേ ഈ ഭഗവാന്റെ ഈ അതീന്ദ്രിയ ശക്തി ഒന്ന് മനസ്സിലാക്കാൻ മായാവാദികൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാൽ ഭഗവാന്റെ സമുദ്രത്തിന്റെ ജലത്തിൽ ശയിക്കാനുള്ള ഭഗവാന്റെ ആ കഴിവിനെ അവർ നിഷേധിക്കുന്നു. അത്തരം വിചാരങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ യഥാർത്ഥ രൂപത്തിൽ അറിയുവാൻ അവർക്ക് ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെ അറിയാൻ കഴിയുന്നവർ ഭക്തന്മാർ മാത്രമാണ്. അവർക്ക് മാത്രമേ ഭഗവാൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് 21ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അവർ പറയും ഇതല്ല, അതായത് നേതി അങ്ങനെയല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. തത്വശാസ്ത്രം മൊത്തത്തിൽ ഭൗതികതയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് അവരുടെ വിചാരം. അത്തരം വിചാരങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ യഥാർത്ഥ രൂപത്തിൽ അറിയുവാൻ അങ്ങനെ വിചാരമുള്ളവർക്ക് ഒരിക്കലും അറിയുവാൻ അവസരം നൽകില്ല ഭഗവാൻ, കഴിയുകയുമില്ല. ശ്ലോകം 22 സ്വയം സമസ്ത ജഗദാശ്രുതേക ആത്മാ സത്വേന യദ്മൃഡയതേ ഭഗവാൻ ഭഗേന തേനൈവ മേദൃശം അനുസ്പൃഷ്ടതാത് യദാഹം സൃഷ്യാമി പൂർവദിദം പ്രിയോസൗ. ഇതില് ഭഗവാൻ ബ്രഹ്മദിവ്യത്വമായ പുരുഷൻ ഭഗവാൻ എന്നോട് കനിവുണ്ടാകണമേ എന്നാണ് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കിതെല്ലാം ചെയ്യാനുള്ള പറ്റണമേ എന്ന് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ജീവാത്മാവിന്റെയും ജീവസത്തുക്കളുടെയും ഒരേ ഒരു മിത്രവും ആത്മാവും അദ്ദേഹം തന്നെയാണെന്നാണ് ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ
ആത്യന്തികമായ സന്തോഷത്തിന് അവരുടെ എല്ലാം ഈ ജീവസത്തകളുടെ എല്ലാം ആത്യന്തികമായ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ 6 അതീന്ദ്രിയ ഐശ്വര്യങ്ങളാൽ ഇതെല്ലാം പാലിച്ചു വരുന്നു. തന്റെ ആയിട്ട് കീഴ്പ്പെട്ട എല്ലാ ആത്മാക്കളോടും പ്രിയമുള്ള അദ്ദേഹം എല്ലാവരോടും കരുണ കാട്ടുന്നു. അതുകൊണ്ട് എനിക്ക് മുമ്പത്തെ പോലെ ഓരോ പ്രളയം കഴിയുമ്പോഴും ഓരോ തവണയും ഓരോ ബ്രഹ്മാക്കൾ ഉണ്ടാകുന്നല്ലോ ഭഗവാൻ എന്നാവിയുന്നു. അതേപോലെ ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കണം, മുൻപത്തെ പോലെ തന്നെ എനിക്കും ഈ തവണയും എനിക്ക് സൃഷ്ടിക്കുള്ള താങ്ങായി ഭഗവാൻ വരണമെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതില് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതീന്ദ്രിയ ഭൗതിക ലോകങ്ങൾ ഉണ്ടാകുന്നത് ഭഗവാനിൽ നിന്ന് മാത്രമാണ്. ഇതിന്റെ രണ്ടിന്റെയും പരിപാലകനും പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് ജീവസത്തയോട്, അതായത് ശാശ്വതമായ അടുപ്പവും സ്നേഹവും അദ്ദേഹത്തിന് മാത്രമാണ് നമ്മളോടുള്ളത്, അല്ലാതെ മറ്റുള്ളവർക്കാർക്കുമില്ല. എല്ലാവരുടെയും മിത്രവും ജീവിതവുമാകുന്നു അദ്ദേഹം, സകലരുടെയും മിത്രവും അഭ്യുദയകാംക്ഷിയുമാകുന്നു അദ്ദേഹം. ഒരു ക്ഷണം പോലും ഇല്ലാതിരുന്നില്ല. തന്റെ 6 ഐശ്വര്യങ്ങളാൽ ലോകത്തിന്റെ എവിടെയുമുള്ള ജീവജാലങ്ങളെയും പരിപാലിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അഥവാ ഭഗവാൻ അഥവാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്നറിയപ്പെടുന്നു. ഇവിടെ ബ്രഹ്മദേവൻ തന്നെ പറയുകയാണ്, എനിക്ക് മുമ്പത്തെ പോലെ തന്നെ ഈ ലോക സൃഷ്ടികളെയെല്ലാം, ലോകകാര്യങ്ങളുടെ എല്ലാ സൃഷ്ടികളെ എനിക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കഴിവ് ലഭിക്കുന്നതിന് അങ്ങയുടെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് 22ാമത്തെ ശ്ലോകത്തില്. അതായത് ഈ ഭഗവാന്റെ ആ കനിവ് മൂലമാണ് നമുക്ക് മരീചിയെയും നാരദനെയും ഒക്കെ യഥാക്രമം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത്. ഭഗവാന്റെ ആ അകാരണമായ കാരുണ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ കഴിവുണ്ടായി. ബ്രഹ്മദേവന് മരീചിയെയും നാരദനെയും പോലുള്ള മഹാത്മാക്കളെ പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നാണ് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നത്. തനിക്ക് കീഴടങ്ങിയ ആത്മാക്കളോട് പ്രിയമുള്ളവനായതുകൊണ്ട് കൂടിയാണ് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനിൽ കീഴ്പ്പെട്ട ആത്മാക്കൾക്ക് ഭഗവാനല്ലാതെ മറ്റൊരു അറിവുമില്ല. ഭഗവാൻ മാത്രമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ അവരോട് വളരെ അടുപ്പവും സ്നേഹവും കാണിക്കുന്നുവെന്നും ബ്രഹ്മദേവൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം തത്സ.